നമുക്കിന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയാലോ? അതിനായിട്ട് വേണ്ടത് നമുക്ക് രാവിലെയൊക്കെ ബാക്കി വന്ന ഇഡലി ഉണ്ടെങ്കിൽ അതാട്ടോ ഞാൻ ഇതുപോലെ നല്ല ഒരു സൂപ്പർ ഐറ്റം ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ? നമ്മുടെ ഇഡലിയൊക്കെ ഒന്ന് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം. ഇഡലി കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് പൊട്ടുകടലയും നമ്മുടെ ഉള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കാം. അതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആട്ടിയെടുക്കണം കേട്ടോ. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ മാറി വന്ന സമയത്ത് ഞാൻ തക്കാളിയും 2-3 കരിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വാടി വരണം. അടച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അടച്ചു വെക്കാം കേട്ടോ. ഞാനിപ്പോ തുറന്നു വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഇനി ഇതും നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഉപ്പ് ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ചേർത്തത് കുറച്ച് ചിക്കൻ മസാല കേട്ടോ. നമുക്ക് ഗരം മസാല ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഇഡലിപ്പൊടി ചേർത്തിട്ടും തയ്യാറാക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ലേശം എണ്ണയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രം എടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഇഡലി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വരട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി വന്ന ഇഡലി കൊണ്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.